ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു എൻഡോക്രൈൻ ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി കഴുത്തിൻ്റെ താഴെയായാണ് സ്ഥിതി ചെയ്യുന്നത്. തൈറോയിഡ് ഹോർമോണുകൾ നിർമ്മിക്കുക എന്നതാണ് തൈറോയിഡിൻ്റെ ജോലി. ഊർജ ഉൽപാദനം, ഉപാപചയം, മാനസികാവസ്ഥ എന്നിവ പോലുള്ള നിരവധി ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ട്രൈ ഐഡോ തൈറോയിനിൻ അല്ലെങ്കിൽ T3, തൈറോക്സിൻ അല്ലെങ്കിൽ T4 എന്നീ 2 തരം ഹോർമോണുകളാണ് തൈറോയിഡ് ഗ്രന്ഥി റിലീസ് ചെയ്യുന്നത്. എങ്ങനെയാണ് തൈറോയിഡ് പ്രവർത്തിക്കുന്നത്? തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് T4 എന്ന ഹോർമോൺ. ഈ ഹോർമോണിന് 4 അയഡിൻ മോളിക്യൂൾസ് ഉണ്ട്. പക്ഷേ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും T4 ഹോർമോൺ റിലീസ് ആകണമെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ അടിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഹോർമോൺ വരണം. അതാണ് TSH അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. T4 റിലീസ് ചെയ്ത് ബ്ലഡ് വഴി സ്പ്രെഡായി അതിൻ്റെ ആക്ഷൻ സൈറ്റിലെത്തുമ്പോൾ 4 അയഡിൻ മോളിക്യൂളിൽ നിന്ന് ഒരു മോളിക്യൂളിനെ അത് കളയുന്നു. അതോടുകൂടി T4 ഹോർമോൺ T3 ഹോർമോണായി മാറുന്നു. T3 ഹോർമോണാണ് തൈറോക്സിൻ ഹോർമോണിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ബോൺ ഗ്രോത്ത്, സെല്ലുകളുടെ മെറ്റബോളിസം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് തൈറോയിഡ് സഹായിക്കുന്നുണ്ട്. T4 അല്ലെങ്കിൽ തൈറോക്സിൻ ഹോർമോണിൻ്റെ അളവ് കൂടുന്നതും കുറയുന്നതും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും തൈറോയിഡ് ഗ്ലാൻഡിൻ്റെയും പ്രവർത്തനത്തിന് അനുസരിച്ചിരിക്കും. ഈ T3, T4ൽ ചിലതിനെ ഫ്രീ T3 അല്ലെങ്കിൽ FT3, ഫ്രീ T4 അല്ലെങ്കിൽ FT4 എന്ന് വിളിക്കുന്നുണ്ട്. T3, T4 ഹോർമോൺസ് രക്തത്തിലെ പ്രോട്ടീനുമായി ബന്ധിപ്പിച്ചവയാണ്. എന്നാൽ FT3, FT4 എന്നത് രക്തത്തിലെ പ്രോട്ടീനുമായി ബന്ധിപ്പിച്ചിട്ടില്ലാത്തവയാണ്. FT3 എന്നാൽ ഫ്രീ ട്രൈ ഐഡോ തൈറോയിനിൻ എന്നും FT4 എന്നാൽ ഫ്രീ തൈറോക്സിൻ എന്നുമാണ്. തൈറോയിഡ് ടെസ്റ്റിനായി ബ്ലഡ് സാമ്പിളാണ് ഉപയോഗിക്കുന്നത്. T3 ഹോർമോണിൻ്റെ നോർമൽ ലെവൽ 80 മുതൽ 220 നാനോഗ്രാം പെർ ഡെസിലിറ്ററും T4 ഹോർമോണിൻ്റെ നോർമൽ ലെവൽ 5 മുതൽ 12 മൈക്രോഗ്രാം പെർ ഡെസിലിറ്ററും TSH ഹോർമോണിൻ്റെ നോർമൽ ലെവൽ 0.4 മുതൽ 5.5 മില്ലി യൂണിറ്റ് പെർ ലിറ്ററും FT3 ഹോർമോണിൻ്റെ നോർമൽ ലെവൽ 2.3 മുതൽ 4.1 പൈക്കോഗ്രാം പെർ മില്ലി ലിറ്ററും FT4 ഹോർമോണിൻ്റെ നോർമൽ ലെവൽ 0.7 മുതൽ 1.9 നാനോഗ്രാം പെർ ഡെസിലിറ്ററും ആണ്. എന്താണ് ഹൈപ്പോതൈറോയിഡിസം? തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. ഉയർന്ന കൊളസ്ട്രോളിന് കാരണമാകുന്ന ഒന്നാണ് ഹൈപ്പോതൈറോയിഡിസം. ഓരോ വ്യക്തിക്കും വ്യത്യാസമായേക്കാവുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട്. ക്ഷീണം, ഭാരം കൂടുക, വിഷാദം, തണുപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ട്, വരണ്ട ചർമ്മം, നേർത്ത മുടി, ക്രമരഹിതമായ ആർത്തവം അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ, കൈകളിൽ മരവിപ്പ്, പേശി ബലഹീനത അല്ലെങ്കിൽ പേശികളിൽ വേദന തുടങ്ങിയവ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ചില സാധാരണ ലക്ഷണങ്ങളാണ്. എന്താണ് ഹൈപ്പർ തൈറോയിഡിസം? തൈറോയിഡ് ഗ്രന്ഥി വളരെയധികം തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഓവർ ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇത് നിരവധി ശാരീരിക പ്രവർത്തനങ്ങളെ വേഗത്തിലാക്കുന്നു. ഹൈപ്പർ തൈറോയിഡിസം ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ വേഗത്തിലാക്കുന്നു. ശരീരഭാരം കുറയ്ക്കൽ, വർദ്ധിച്ച വിശപ്പ്, ഉത്കണ്ഠ, ഗോയിറ്റർ, ക്രമരഹിതമായതോ വേഗത്തിലുള്ളതോ ആയ ഹൃദയമിടിപ്പ്, വിയർപ്പ്, കൈവിറയൽ തുടങ്ങിയ നിരവധി ലക്ഷണങ്ങൾക്ക് കാരണമാകും. മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളിൽ പലതും സാധാരണയായി കാണുന്നവയാണ് എന്ന് വെച്ച് ഇതിലേതെങ്കിലും നമുക്കുണ്ടെങ്കിൽ തൈറോയിഡിന് പ്രശ്നമുണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകുന്ന അവസ്ഥകളാണ് ഹാഷിമോട്ടോസ് രോഗം, അയഡിൻ്റെ കുറവ് തുടങ്ങിയവ.
ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകുന്ന അവസ്ഥകളാണ് ഗ്രേവ്സ് രോഗം, അമിതമായ അയഡിൻ, തൈറോയിഡ് നോഡ്യൂളുകൾ തുടങ്ങിയവ. വ്യത്യസ്ത സമയങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിനും ഹൈപ്പർ തൈറോയിഡിസത്തിനും കാരണമാകുന്ന അവസ്ഥകളുമുണ്ട്. തൈറോയിഡൈറ്റിസ് എന്ന് വെച്ചാൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, പ്രസവാനന്തര തൈറോയിഡൈറ്റിസ് തുടങ്ങിയവ. തൈറോയിഡ് രോഗത്തിനുള്ള ചികിത്സ രോഗത്തിൻ്റെ കാരണത്തെയും തരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വയം ചികിത്സിക്കാതെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ ഉറപ്പുവരുത്തുക. ഇതുപോലെ തുടർന്നും ആരോഗ്യമേഖലയിലുള്ള അറിവുകൾ ലഭിക്കുവാൻ ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ അറിവുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.